45-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോൽ ആകുന്നു. നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ. ലാവണ്യം നിന്റെ അധരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരയ്ക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലങ്കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചു തരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജത്വത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഈ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാൻ കർത്താവ് നൽകിയ വിലയേറിയ അവസരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് സ്റ്റേജിലും താഴെയുമായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട കർത്തൃദാസന്മാർക്കും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ചാർച്ചക്കാർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന ക്വയർ, പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ശുശ്രൂഷയിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്ന ഷെറിൻ, നിഷ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ ഇന്ന് ഇവിടെ നിർവഹിക്കുന്നത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കോട്ടയം നോർത്ത് സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന പാസ്റ്റർ KC ചെറിയാൻ അവറുകളാണ്. കർത്താവിന്റെ ദാസന് പ്രത്യേകമായിട്ടുള്ള സ്നേഹവന്ദനം ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ VP ഫിലിപ്പിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ യുവജന സംഘടനയായ PAPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. കർത്താവിന്റെ ദാസന് ഈ ശുശ്രൂഷയിൽ പ്രത്യേകമായ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. യേശുയുടെ ഭാഗത്തു നിന്നും കടന്നു വന്ന പ്രസ്ഥാനത്തിന്റെ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന തിരുവനന്തപുരത്തു നിന്ന് കടന്നു വന്ന കർത്താവിന്റെ വലിയ ദാസൻ പാസ്റ്റർ സോളമൻ തോമസ് അവറുകളും ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതാണ്. കർത്താവിന്റെ ദാസന് പ്രത്യേകം വന്ദനം പറയുന്നു. കർത്തൃദാസന്മാരോടൊപ്പം കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്കും ഈ IPC കോട്ടയം നോർത്ത് സെന്ററിന്റെ വൈസ് പ്രസിഡന്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ MJ വർഗീസ്, സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് കുറിയാക്കോസ്, സീനിയർ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ AT ജോർജ് സാറ്, താഴെ ഇരിക്കുന്ന മറ്റ് കർത്തൃദാസന്മാർ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ആകുവാൻ പോകുന്ന ഷെറിനെക്കുറിച്ചും നിഷയെക്കുറിച്ചും ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അവർ രണ്ടുപേരും കർത്താവിന്റെ മഹത്വമുള്ള വയലിൽ അധ്വാനിക്കുന്ന രണ്ട് കർത്തൃദാസന്മാരുടെ മക്കളാണ്. പാസ്റ്റർ TC ജേക്കബ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കോട്ടയം ടൗണിലുള്ള സിയോൺ ടാബർനാക്കിൾ ചർച്ചിലെ അംഗമാണ്. കുടുംബമായിട്ട് അവർ ആ സഭയുടെ അംഗങ്ങളാണ്. പാസ്റ്റർ TC ജേക്കബ് IPC കോട്ടയം നോർത്ത് സെന്ററിലെ അനുഗ്രഹീതനായ ഒരു സഭാ ശുശ്രൂഷകനാണ്. ഇപ്പോൾ വാരിശ്ശേരി സഭയുടെ ശുശ്രൂഷയിൽ താനായിരിക്കുന്നു.
പാസ്റ്റർ TC ജേക്കബിന്റെയും മിസ്സസ് മോളി ജേക്കബിന്റെയും മൂത്ത മകനാണ് ഷെറിൽ. ചെറുപ്രായത്തിൽ തന്നെ സൺഡേ സ്കൂളിൽ പഠിക്കുകയും ബാല്യപ്രായത്തിൽ തന്നെ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും കർത്താവിന്റെ വേരുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. PIP എന്ന യുവജന സംഘടനയുള്ള ബന്ധത്തിൽ ദീർഘവർഷങ്ങളായിട്ട് പ്രവർത്തിക്കുകയും അതിന്റെ ഡിസ്ട്രിക്ട്, സോണൽ, സംസ്ഥാന തലത്തിൽ വിവിധ ചുമതലകൾ കഴിഞ്ഞ നാളുകളിലായിട്ട് താൻ വഹിച്ചു വരികയും ചെയ്യുന്ന ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ജോമോൻ, അദ്ദേഹം MA BD ബിരുദമെടുക്കുകയും ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിഷയെ സംബന്ധിച്ചിടത്തോളം താൻ നേഴ്സായിട്ട് മാലദ്വീപിൽ ജോലി ചെയ്യുന്നു. നിഷയുടെ പിതാവ് പാസ്റ്റർ എബ്രഹാമും അന്നമ്മ എബ്രഹാമും കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് പ്രവർത്തിച്ച് വരുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന കുടുംബവുമാണ്. നിഷയ്ക്ക് മൂത്ത ഒരു സഹോദരിയും സഹോദരനുമുണ്ട്. അങ്ങനെ കർത്തൃവേലയിൽ ആയിരിക്കുന്ന ദൈവദാസന്മാരുടെ മക്കൾ എന്നുള്ള നിലയിൽ ഇന്ന് പകൽക്കാലം വിലയേറിയ ദൈവദാസന്മാരാൽ അവര് ഉഭയസമ്മതത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കുവാനായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാവരും പ്രത്യേകാൽ പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിക്കുന്നു. അല്പം വൈകിയാണ് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ഏതാണ്ട് 10-40 കിലോമീറ്റർ ദൂരെയുള്ള അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പ്രിയപ്പെട്ടവര് യാത്ര ചെയ്തു വരുന്നത്. ദീർഘമണിക്കൂറുകൾ യാത്ര ചെയ്തു വരുന്നത് കൊണ്ട് അല്പം വൈകിയാണ് ഈ ശുശ്രൂഷ നമ്മൾ ആരംഭിച്ചത്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുകയും ഈ ശുശ്രൂഷ അനുഗ്രഹമായി തീരുകയും ചെയ്യുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യഹോവയായ ദൈവത്തിൻ്റെ ആലോചനയിലും യഹോവയായ ദൈവം സ്ഥാപിക്കുകയും ചെയ്ത ഒന്നാണ് വിശുദ്ധ വിവാഹം എന്നുള്ളത്. ദൈവം തൻ്റെ സൃഷ്ടിയിൽ ഓരോ ദിവസവുമുള്ള സൃഷ്ടിപ്പിന് ശേഷം എല്ലാം നല്ലതെന്ന് ദൈവം കണ്ടു. എന്നാൽ നല്ലതല്ല എന്ന് ദൈവം ആദ്യമായി കണ്ടത് മനുഷ്യൻ ഏകനായിരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം തന്നെ പറഞ്ഞു, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല എന്ന് കണ്ട് ഞാനവനൊരു തക്ക തുണയുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞ് ആദാമിന് ഒരു ഓപ്പറേഷൻ നടത്തി അവൻ്റെ വാരിയിൽ നിന്ന് ഹൗവ എന്ന ഒരു സ്ത്രീയെ താൻ സൃഷ്ടിക്കുകയും ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം തന്നെ ആദാമിൻ്റെയും ഹൗവയുടെയും വിവാഹം ആദ്യമായിട്ട് നടത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. 4000 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി അതിന് ഉത്തരമായി പറയുമ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് പറയുകയുണ്ടായ ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു സമ്മതിക്കുകയും അവിടുത്തെ കുറവുകളെ പരിഹരിക്കുകയും ചെയ്ത് മഹത്വമെടുക്കുകയും ചെയ്തതായിട്ട് നമുക്ക് വായിപ്പാൻ കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവാഹ ശുശ്രൂഷയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് വചന ശുശ്രൂഷയാണ്. അനുഗ്രഹീതരായ ദൈവദാസന്മാർ ദൈവവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തുറന്നുള്ള സന്ദർഭങ്ങൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കടപ്പാടുകൾ, അവരുടെ വ്യക്തിപരമായ കടപ്പാടുകൾ, അവർ ഒരുമിച്ച് ചെയ്യേണ്ട കടപ്പാടുകൾ, വിവാഹം എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ് എന്നുള്ളതെല്ലാം ദൈവവചനത്തിൽ നിന്ന് തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാരെ പ്രസ്താവിക്കും. സമയം താമസിച്ചു പോയതുകൊണ്ട് ഞാൻ അധികമായിട്ടൊന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാൻ അപേക്ഷിക്കുന്നു.
present for our walk in this world. There is sound with God's own heart. Oh, let the ancient words impart words of life, words of hope. Give us strength, help us go in this world where every road ancient words will guide us home. Ancient words ever true, changing me and changing you. We have come with open hearts. Oh, let the ancient words impart. Ancient words ever true, changing me and changing you. We have come with open hearts. Oh, let the ancient words impart. Holy words, long present for our walk in this world. There is sound with God's own heart. Oh, let the ancient words impart words of life, words of hope. Give us strength, help us go in this world where every road ancient words will guide us home. Ancient words ever true, changing me and changing you. We have come with open hearts. Oh, let the ancient words impart. Ancient words ever true, changing me and changing you. We have come with open hearts. Oh, let the ancient words impart. Ancient words ever true, changing me and changing you. We have come with open hearts. Oh, let the ancient words impart. Ancient words ever true, changing me and changing you. We have come with open hearts. Oh, let the ancient words impart. അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഈ സ്റ്റേജിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ധന്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ഈ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ പല കാരണങ്ങൾ എനിക്കുണ്ട്. ഒന്ന്,
എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ടി.ഐ. എബ്രഹാം, അല്ലെങ്കിൽ ഞങ്ങൾ ജോയി എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ ദാസൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിൽ കടന്നു വന്നതിൽ ക്ഷണിക്കപ്പെട്ട എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അതോടൊപ്പം അവരോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്നു. അമ്പൂരിയുടെ പ്രദേശത്ത് സുവിശേഷ പ്രവർത്തനവുമായി കടന്നു ചെല്ലുമ്പോൾ പ്രിയ കുടുംബം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് അദ്ദേഹത്തിൻ്റെ ഭവനം ഞങ്ങൾക്ക് സുവിശേഷത്തിന് വേണ്ടി തുറന്നു തന്നു. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ ടി.ഐ. എബ്രഹാം കുടുംബമായി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനും അവരെ സ്നാനപ്പെടുത്തുവാനും ഒക്കെയും കർത്താവ് കൃപ തന്നു. തുടർന്ന് കുഞ്ഞുങ്ങളെയും എല്ലാവരെയും സ്നാനപ്പെടുത്തുവാനും ദൈവസഭയുടെ അംഗമാക്കി അവിടെ കൊണ്ടുപോകുവാനും കർത്താവ് സഹായിച്ചു. എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ആ കുടുംബത്തെക്കുറിച്ചുണ്ട്. എന്നാൽ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് അത്രയും ഞാൻ കടന്നു പോകുന്നില്ല. മൂത്ത മകൾ ഷൈനി കുടുംബസ്ഥയായിരിക്കുന്നു. ഭർത്താവ് ബെന്നി അതുപോലെ തന്നെ അവരിവിടെ ഉണ്ട്. അതിനൊത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ മകളാണ് നിഷ. നിഷയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, ഷെറിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയിൽ നിന്ന് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഒന്നാമത്, ഞാൻ ഈ സംഘടനയുടെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ തന്നെ ആ സഭയുടെ പാസ്റ്ററായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ സൺഡേ സ്കൂളിലും മറ്റു കാര്യങ്ങളിലും ആത്മീയ പ്രവർത്തനങ്ങൾ വളരെ താല്പര്യത്തോടെ വന്ന് പഠിച്ച് വളരെ മാതൃകാപരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കുകയും കർത്താവിന് വിലപ്പെട്ട ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ടി.ഐ. എബ്രഹാം. അതുപോലെ കുഞ്ഞുങ്ങളും, ഇളയ മകൻ BSc നേഴ്സിങ്ങിന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, സാം. അവനും വളരെ ആത്മീയമായി വളരെ താല്പര്യമുള്ള മകനാണ്. അതിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. വിവാഹത്തെക്കുറിച്ച് ദൈവവചനം ഓർപ്പിക്കുന്നത് അനേക സത്യങ്ങളുണ്ടെന്നാൽ വിവാഹം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് വളരെ ശ്രേഷ്ഠമാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ് അവൻ്റെ വിവാഹം. ആ വിവാഹം ദൈവം ഒരുക്കിയിരിക്കുന്നതാണ് എങ്കിൽ അത് വളരെ അനുഗ്രഹമായി തീരുകയും ദൈവകൃപയ്ക്ക് ആ കുടുംബം ദൈവത്തിന് പ്രയോജനമുള്ളവരായി രാജ്യത്തിനും കുടുംബത്തിനും സഭയ്ക്കും എല്ലാവർക്കും അനുഗ്രഹമായി തീരും. ഏതെങ്കിലും കാരണവശാൽ അത് സ്വയതിരഞ്ഞെടുപ്പോ ദൈവഹിതമോ അല്ലാത്തെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം വളരെ ശക്തമായി പലയിടത്തും നമുക്ക് കാണുവാനായി കഴിയും. നമ്മൾ ഈ ബൈബിളിൽ പരിശോധിച്ചാൽ പല വിവാഹങ്ങളുണ്ട്. ദൈവം തിരഞ്ഞെടുത്തതുണ്ട്, സ്വയം തിരഞ്ഞെടുപ്പുണ്ട്. നമ്മൾ കായനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ പഠിച്ചാൽ കായൻ നോദ് ദേശത്ത് പോയി പാർത്ത് ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു. ആ തലമുറയെക്കുറിച്ച് പിന്നെ പഠിച്ചാൽ സമ്പത്തിനോ സൗന്ദര്യത്തിനോ ഈ മോഡേൺ ടെക്നോളജിക്കോ ഒന്നും കുറവില്ലാത്ത ഒരു വലിയ തലമുറയായിട്ടാണ് 4-ാം അധ്യായത്തിൽ നാം അവരെ കാണുന്നത്. എന്നാൽ ഒരു കാര്യമുണ്ട്, അവിടെ ഒരു കാര്യം മാത്രമില്ലായിരുന്നു, ദൈവഭയമില്ലായിരുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു. അവിടെ ആദാ സില്ല എന്ന് പറയുന്ന അവരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അവരെ വളരെയധികം സൗന്ദര്യമുള്ളവരും ലോകപ്രകാരം ഉന്നതരുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലായിരുന്നു. എന്നാൽ ദൈവ സാന്നിധ്യമാണ് ഒരു കുടുംബജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നത്. അതിനെ ആസ്പദമാക്കി ഞാൻ ഒരു വചനം വായിച്ച് എനിക്ക് തന്ന ആ സമയത്തിൽ ഞാൻ എൻ്റെ പ്രഭാഷണം ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. സക്കറിയാവിനെയും എലിസബത്തിനെയും കുറിച്ച് ദൈവവചനത്തിൽ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും
കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ പിതാവിൻ്റെ ആ മാതാപിതാക്കളെ കുറിച്ചുള്ള ഒരിതാണ് ഈ നാം വായിച്ച വചനം. ഒരു കാര്യം ഓർക്കണം, ഒരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം മാതാവും പിതാവുമാണ്. ഞാൻ പല രംഗങ്ങളിൽ ഓർക്കാറുണ്ട്, ഞാനൊരു സുവിശേഷ വേലക്കാരനായി തീർന്നതിൻ്റെ കാരണം എൻ്റെ മാതാവാണ്. പ്രാർത്ഥനയും ആത്മീയ ജീവിതത്തിൻ്റെ തീക്ഷ്ണതയും ഉപദേശവും ഒക്കെ അച്ചടക്കത്തോടെ ജീവിക്കുവാനുള്ള ആ ദൈവകൃപ തന്നത് എൻ്റെ പിതാവും ആത്മീകനായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രമല്ല, ഞങ്ങൾ 8 പേരിൽ ഒരാളൊഴിച്ച് മറ്റെല്ലാവരും തന്നെ ആത്മീയ ലോകത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിപ്പാൻ കാരണമായത് അതാണ്. നാം തിമോത്തിയോസിൻ്റെ മാതാവിനെ കുറിച്ചും വല്യമ്മയെക്കുറിച്ചും പഠിച്ചാൽ നിന്റെ വല്യമ്മയിലും നിന്റെ അമ്മയിലുമുള്ള അതേ വിശ്വാസം നിന്നിലുണ്ട് എന്നുറച്ചിരിക്കുന്നു. ഇന്ന് പലപ്പോഴും മനുഷ്യൻ ലോകപ്രകാരം ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്, എന്നാൽ ആത്മീയ വിഷയത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അതാണ് കഷ്ടകരമായ കാര്യം എന്നുള്ളത് മറന്നു പോകരുത്. വിവാഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ കർത്താവ്, ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ആത്മീയ ലോകത്തിൽ തന്നെ വളരെ തെറ്റിദ്ധാരണയാണ് വിവാഹം കഴിക്കുന്നത് ഏതോ ഒരു സ്റ്റെപ്പ് കുറഞ്ഞ, അല്ലെങ്കിൽ ഏതോ ഒരു ആത്മീയ ലോകത്തിലൊരു താണ നിലവാരമാണെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഒരു കൂട്ടം ആൾക്കാർ മറ്റുള്ള വിവാഹത്തിന് പോലും സംബന്ധിക്കത്തില്ല. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്ന സമയത്ത് വിവാഹത്തിന് സംബന്ധിച്ചു. അങ്ങനെയുള്ളവർ സാധാരണ വിശ്വാസികളുടെ കൂടെ ഭക്ഷണം കഴിക്കത്തില്ല. യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ ഈ ലാസറിൻ്റെയും മറിയയുടെയും വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. എന്ന് പറഞ്ഞാൽ ഉപ്പിലിട്ടതിനേക്കാൾ ഉപ്പിന് പുളി കൂടുതലാണെന്ന് പോലും. അതെങ്ങനെ ശരിയാകുന്നത്? അതാണ് ഇന്നത്തെ ചില ആത്മീയ അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ നിഴലെന്ന് ഓർത്തുകൊള്ളണം. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു വിവാഹത്തിന് സംബന്ധിച്ചുവെങ്കിൽ കർത്താവിനേക്കാൾ വലിയ പാസ്റ്റർമാരോ വലിയ സ്ഥാനമാനോ ഉള്ളവരാണെങ്കിൽ അവർ സംബന്ധിക്കരുത്. ഞാൻ ഇതുപോലൊരു വിവാഹത്തിന് കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ കോട്ടയത്ത് വേറൊരുത്തിന് സംബന്ധിച്ചപ്പോൾ ആ കാര്യം ഓർപ്പിക്കുന്നു. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവമക്കളെ, വിവാഹം ദൈവത്താൽ സ്ഥാപിതമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിൽ പറയുമ്പോൾ, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22-31 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമായി ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവ് ഭാര്യയെ എങ്ങനെ സ്നേഹിക്കണം, കർത്താവിൻ്റെ ദാസന്മാർ പിന്നാലെ സംസാരിക്കുന്നത് എനിക്കറിയാം. എങ്ങനെ സ്നേഹിക്കണം, മക്കളെ എങ്ങനെ പരിപാലിക്കണം, ദാസന്മാരുടെ കടമ എന്താണ്, ഇങ്ങനെ ദൈവസന്നിധി ജീവിക്കുന്ന ഒരു കുടുംബമാണ് മുമ്പേ ഓർപ്പിച്ചതുപോലെ എന്താണെന്നറിയാമോ, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായിരുന്നു. അതുകൊണ്ട് എന്താണ്, അങ്ങനെ കുറ്റമില്ലാത്തവരായതുകൊണ്ട് ലോകത്തിൽ മനുഷ്യവർഗത്തിൽ ഏറ്റവും വലിയവനായ യോഹന്നാനെ വളർത്തിയെടുക്കുവാൻ അവർക്ക് പ്രാഗൽഭ്യം ദൈവം കൊടുത്തു. ഇനി മോശയുടെ തലമുറയെക്കുറിച്ച് പഠിക്കുക. മാതാപിതാക്കൾ എങ്ങനായിരുന്നു? അവർ വളരെ ശ്രേഷ്ഠരായിരുന്നത് കൊണ്ട് ഏതൊരു പ്രതികൂലത്തിൻ്റെ മുൻപിലും നാം വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ വിശ്വാസത്താൽ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ സുന്ദരെന്ന് കണ്ടുകൊണ്ട് രാജാവിൻ്റെ കൽപ്പന പോലും ഭയപ്പെടാതെ സൂക്ഷിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? ലോകത്തിന് ഇന്ന് നാം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ദൈവവചനം പ്രദാനം ചെയ്യുവാൻ ദൈവം ഒരു മകനെ കൊടുത്തു. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, മാതൃകയുള്ള മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവമക്കളുടെ കുടുംബമാണെങ്കിൽ അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിന്റെ അമ്മയിലും നിന്റെ വല്യമ്മയിലുമുള്ള അതേ വിശ്വാസം നിനക്കുണ്ട്. അതുമാത്രമല്ല, പറയുമ്പോൾ തിമോത്തിയോസിനോട് നിന്നെപ്പോലെ തുല്യചിത്തനായി എണ്ണുവാൻ എനിക്ക് ആരുമില്ല. കാരണം എന്താണ്? ചെറുപ്പം മുതൽ അഭ്യസിച്ച ദൈവവചനം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി തീർന്നു. അതുപോലെ ദൈവമക്കളെ ഓർക്കണം, ഒരു കുടുംബജീവിതം ദൈവത്താലാണെങ്കിൽ ആ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഞാനൊരു കാര്യം ഓർപ്പിക്കുകയാണ്, ഇന്ന് വിവാഹിതനാകുന്ന കർത്താവിൻ്റെ മകൻ ഷെറിൻ ഒരു നല്ല ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ നിഷയും, ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന നിഷയും തികച്ചും നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ വളർന്നതാണെന്ന്
ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ വളരെ സ്പഷ്ടമായി ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം തീർച്ചയായും അനുഗ്രഹിക്കപ്പെട്ടതായി തീരും. പക്ഷേ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചില ഉത്തരവാദിത്വമുണ്ട്. അവർ പലപ്പോഴും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതാണെങ്കിലും അവരിരുവരും ചേർന്ന് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ അതിൻ്റെ 31 വരെയുള്ള വാക്യം. അവസാന പുസ്തകം ഞാനിത് ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഈ മർമ്മം വലിയതാണെന്ന് പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ, അതുപോലെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് സ്ത്രീജനം ബലഹീന പാത്രമെന്നും ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് അറിഞ്ഞുകൊണ്ട് അവരോടുകൂടെ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. ക്രിസ്തീയ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതായിത്തീരണമെങ്കിൽ നാം മുമ്പേ കേട്ടതുപോലെ ആ എലിസബത്തിനെ പോലെയും സക്കറിയാവിനെ പോലെയും ദൈവത്തിൻ്റെ വചനങ്ങളിൽ, കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ജീവിക്കുവാൻ പഠിക്കണം. എങ്കിൽ മാത്രമേ കുടുംബം അനുഗ്രഹിക്കപ്പെടൂ. ധനം കൊണ്ടോ, വിദ്യാഭ്യാസം കൊണ്ടോ, ജോലി കൊണ്ടോ, അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടോ, കുടുംബ ശ്രേഷ്ഠത കൊണ്ടോ ലഭിക്കുന്നതല്ലിത്. യേശു ക്രിസ്തു എന്ന സർവത്തിൻ്റെ ഉടമസ്ഥനായ, സർവത്തിൻ്റെ അധികാരിയായ, സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന ഏക വ്യക്തിയേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ലോകത്തിലുള്ള അനേക ആൾക്കാരെ മനുഷ്യൻ ഉയർത്തി ദൈവങ്ങളാക്കിയിട്ടേ ഉള്ളൂ. എന്നാൽ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ലോകത്തിലേക്ക് കടന്നു വന്ന് തന്നെത്താൻ ഒഴിച്ച ആ യേശു ക്രിസ്തു കുടുംബത്തിന്റെ നാഥനാണെങ്കിൽ ആ കുടുംബം ഏറ്റവും ധന്യവും അനുഗ്രഹവും അനേകർക്ക് പ്രയോജനമുള്ളതും അനേക ആത്മാക്കളെ കർത്താവിങ്കലേക്ക് നേടുന്നതുമായി തീരും എന്നുള്ളതിന് സംശയമില്ല. കുടുംബങ്ങളാണ്, 1-ാം നൂറ്റാണ്ടിലെ കുടുംബങ്ങളാണ് ദൈവസഭയെ സൃഷ്ടിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കളെ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഷെറിനും അതുപോലെ തന്നെ നിഷയ്ക്കും കർത്താവ് അപ്രകാരമുള്ള ഒരു ആത്മീയ അനുഭവം കൊടുക്കട്ടെ. പിന്നെ ഷെറിൻ്റെ സഹോദരൻ ഒരു സുവിശേഷ വേലക്കാരനെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 2 സുവിശേഷ കുടുംബങ്ങൾ ഒന്നിച്ച് കർത്താവിന് വേണ്ടി വൻകാര്യം ചെയ്യുവാൻ ഇടയാകട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൊന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. മനസ്സ് പറയുന്നു ഇനി താമസമില്ലെന്ന്. മമ മനസ്സ് പറയുന്നു ഇനി താമസമില്ലെന്ന്. യേശുവാനിൽ വരുവാൻ, അവന്റെ മാനിൽ ചാരാൻ. യേശുവാനിൽ വരുവാൻ, അവന്റെ മാനിൽ ചാരാൻ. കോടി വിശുദ്ധരുമായിട്ട് യേശു വെണ്മേഘത്തിൽ വരുവാൻ. മമ മനസ്സ് പറയുന്നു ഇനി താമസമില്ലെന്ന്. മമ മനസ്സ് പറയുന്നു ഇനി താമസമില്ലെന്ന്. തീരത്തണയാൻ വെമ്പൽ കൊള്ളും തിരമാലകൾ പോലെ ഉള്ളം. തീരത്തണയാൻ വെമ്പൽ കൊള്ളും തിരമാലകൾ പോലെ ഉള്ളം. വെമ്പൽ കൊള്ളുകയായി തിരുമുൻപിലടങ്ങിടാൻ. വെമ്പൽ കൊള്ളുകയായി തിരുമുൻപിലടങ്ങിടാൻ. ചോര പകർന്നൻ ജീവന് നൽകി അരികിൽ ചേരാൻ. മമ മനസ്സ് പറയുന്നു
ഇനി താമസമില്ലെന്ന് മമ മാനസം പറയുന്നു. ഇനി താമസമില്ലെന്ന്. യേശുവാനിൽ വരുവാൻ അവന്റെ മാർവിൽ ചാരാൻ. യേശുവാനിൽ വരുവാൻ അവന്റെ മാർവിൽ ചാരാൻ. കോടി വിശുദ്ധരുമായി യേശു പെൺമേഘത്തിൽ വരുവാൻ മമ മാനസം പറയുന്നു. ഇനി താമസമില്ലെന്ന് മമ മാനസം പറയുന്നു. ഇനി താമസമില്ലെന്ന്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവത്തിന് എല്ലാ മഹത്വവും സ്തുതിയും പുകഴ്ചയും കരയറ്റുന്നു. ഈ വിവാഹ ശുശ്രൂഷയുടെ ആശീർവദിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ സീനിയർ മിനിസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ കെ സി ചെറിയാൻ അവരുകൾ, കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ തോമസ് ജോൺ, പാസ്റ്റർ സോളമൻ തോമസ്, കുടുംബ ജീവിതത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഷെറി, നിഷ, അവരുടെ കുടുംബ അംഗങ്ങൾ, മാതാപിതാക്കന്മാർ, എല്ലാ കർത്താവിൻ്റെ ദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ വളരെ വിനീതമായി വന്ദനം അറിയിക്കും. ഒത്തിരി സന്തോഷം നമുക്കെല്ലാവർക്കുമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് PYPയുടെ പ്രവർത്തകർക്കുണ്ട്. കാരണം അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവജന പ്രവർത്തകനായി പ്രിയ ഷെറിനെ പരിചയപ്പെടുവാൻ ചില വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞു. കർത്താവിൻ്റെ മുദ്രത്തോട്ടത്തിൽ വളരെ മനോഹരമായും ത്യാഗപൂർവമായും അധ്വാനിക്കുന്ന തൻ്റെ മാതാപിതാക്കന്മാർ, കർത്താവിൻ്റെ വേരയിലായിരിക്കുന്ന ഒരു സഹോദരൻ, ഒരു ക്യോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കോട്ടയത്തുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരഭിമാനമാണ് പ്രിയ ഷെറി. ദൈവം അവർക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മിഷണറി കുടുംബത്തിലെ 2 മക്കൾ ഒരുമിച്ച് ഒരു പുതിയ ജീവിതം ഇന്നിവിടെ തുടങ്ങുകയാണ്. പാഴ്സനേജുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവകൃപ രാവിലെയും വൈകിട്ടും മാതാപിതാക്കന്മാരോട് ഒരുമിച്ച് അനുഭവിക്കുവാൻ, നല്ല ഒരു ശിക്ഷണം ലഭിക്കുവാൻ ദൈവം അപൂർവമായി നൽകുന്ന ഒരു അനുഗ്രഹമാണ്. പലർക്കും പാഴ്സനേജിൽ ഒരു പരിമിതി ഉണ്ടെങ്കിലും 100 നൊമ്പരങ്ങളും പരിമിതികളുമുള്ള വിശ്വാസ ഭവനം, അത് വിശ്വാസത്തിൻ്റെ ഒരു തുടക്കമാണ്. കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരുടെ മക്കൾ വിശ്വാസ ഭവനത്തിൽ ജനിച്ചവർ, അവിടെ വളർന്നവർ. എൻ്റെ വിശ്വാസം, ലോകത്തെവിടെ പോയാലും എത്ര വലിയ വൈഷമ്യങ്ങൾ ജീവിതത്തിന് നേരെ അടിച്ചാലും നിലനിൽക്കുവാൻ വിശ്വാസത്തിൻ്റെ വിത്ത് അവരുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് പകൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ഷെറിനും നിഷയ്ക്കും ആ ഒരു ആർജവത്വം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് നിങ്ങൾ അതിന് നന്ദി പറയണം. കുടുംബത്തെക്കുറിച്ച് നാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇത് ദൈവത്തിൻ്റെ ദാനം എന്നാണ്. യു ഡു നോട്ട് ചൂസ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ തിരഞ്ഞെടുത്തതല്ല, മറിച്ച് ദേ ആർ ഗോഡ്സ് ഗിഫ്റ്റ് ടു യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ ഇരിക്കുന്നവരാരും
നിങ്ങൾ തിരഞ്ഞെടുത്ത അച്ഛൻ്റെയോ അമ്മയുടെയോ മക്കളായി ജനിച്ചവരല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ജനിച്ചവരല്ല. മറിച്ച് നമ്മുടെ അച്ഛനമ്മമാരെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും. ശ്രദ്ധിക്കണമേ, ജീവിതയാത്രയിൽ നമ്മുടെ അച്ഛനേക്കാൾ കഴിവോ സൗന്ദര്യമുള്ള, നമ്മുടെ അമ്മയേക്കാൾ കഴിവോ സൗന്ദര്യമുള്ള, നമ്മുടെ ജീവിത പങ്കാളിയേക്കാൾ കഴിവോ സൗന്ദര്യമുള്ള ഒരു വ്യക്തിയെ കാണുമ്പോഴും, നിങ്ങളുടെ വീടിനേക്കാൾ നല്ലൊരു വീട് കാണുമ്പോഴും മറക്കരുത്, എൻ്റെ വീടാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഒരു വിശ്വാസം ജീവിതത്തിൽ വരികയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആരംഭിക്കുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഭൂമിയിൽ കുടുംബത്തിൽ ഒരു സ്വർഗം പണിയുവാൻ നമുക്ക് കഴിയും. ദൈവമാണ് കുടുംബ ജീവിതം പണിയുന്നത്. നാം ഇവിടെ കേട്ടതുപോലെ ആദ്യമേ ഉണ്ടാകുന്ന അടിസ്ഥാനപരമായ ഒരു യൂണിറ്റ്, സഭ എന്ന സ്ഥാപനം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ദൈവം അനുഗ്രഹിച്ച കുടുംബം എന്ന സ്ഥാപനം, അത് ദൈവം പണിയുമ്പോൾ അനുഗ്രഹമായി തീരും. നമ്മുടെ കരങ്ങൾ കൊണ്ട് മനോഹരമായ വീടുകൾ നമുക്ക് പണിയുവാൻ കഴിയും, നമ്മുടെ പണം കൊണ്ട് പണിയുവാൻ കഴിയും, നമ്മുടെ പുതിയ ടെക്നോളജി കൊണ്ട് പണിയുവാൻ കഴിയും. എന്നാൽ കുടുംബം ദൈവം പണിയുമ്പോഴാണ് അത് അനുഗ്രഹിക്കപ്പെടുന്നത്, അത് നന്മയായിത്തീരുന്നത്, അവിടെ സ്വർഗമായിത്തീരുന്നത്. പ്രിയ ഷവിന് തനിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവിൽ ഒരുപാട് ഡിജിറ്റൽ ആൽബങ്ങൾ വളരെ മനോഹരമായി പണിത, അത് ഫ്രെയിം ചെയ്ത് അത് ഡിസൈൻ ചെയ്ത ഒരു നല്ല കലാകാരൻ കൂടെയാണ്. ഒരുപാട് ചിത്രങ്ങൾക്ക് താൻ രൂപം നൽകി, നിറം നൽകി, ഭാവം നൽകി, മനോഹരമായ ആൽബങ്ങൾ ഡിജിറ്റൽ വേൾഡിൽ താൻ തീർത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ജീവിതത്തിൽ ഒരു പുതിയ ദൗത്യം തുടങ്ങിയാണ് തൻ്റെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് പണിയുവാൻ. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ വേദപുസ്തകത്തിലെ വളരെ മനോഹരമായ ഒരു പ്രയോഗത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. എബ്രായ ലേഖനം അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. പഴയ നിയമത്തിലെ വളരെ മനോഹരമായ ഒരു സംഭവത്തെ എടുത്തുകൊണ്ട് പുതിയ നിയമത്തിലെ വായനക്കാരോട് ദൈവത്തിൻ്റെ ദാസൻ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാട് ഉണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിതു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ സംഭവം ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞ് ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ ദാസൻ നോഹയെക്കുറിച്ച് നാം വായിക്കുന്നു. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി ഒരു പെട്ടകം പണിതു. ആ പ്രയോഗം ശ്രദ്ധിക്കണമേ. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കു വേണ്ടി ഒരു പെട്ടകം പണിതു. നിങ്ങളോട് എല്ലാവരോടും ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ ഷെറിൻ, നിഷ, മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമായി നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടി ഇവിടെ ഇരിക്കുന്ന അഭിഷിക്തന്മാരുടെ പ്രതിനിധിയായി ഞാൻ പറയട്ടെ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് കുടുംബത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി ഒരു പെട്ടകം പണിയുക. Prepare an ark to serve your family. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഒരു പെട്ടകം പണിയുക. പണം കൊണ്ട് പണിയുവാൻ കഴിയില്ല, സൗന്ദര്യം കൊണ്ട് പണിയുവാൻ കഴിയത്തില്ല, പുതിയ ടെക്നോളജി കൊണ്ട് പണിയുവാൻ കഴിയത്തില്ല, നിറം കൊണ്ട് പണിയുവാൻ കഴിയത്തില്ല. നമ്മുടെ കണ്ണിന്റെ മുൻപിൽ അങ്ങനെ പണിത എത്രയോ താരങ്ങളുടെ 10,000ങ്ങളുടെ മുമ്പിൽ ഏറ്റവും മനോഹരമായി തങ്ങളെ തന്നെ മോഡലുകളായി അവതരിപ്പിച്ചവർ പോലും പിച്ചി ചീന്തപ്പെട്ടു. കായിക മേഖലയിൽ, സിനിമാ മേഖലയിൽ, രാഷ്ട്രീയ മേഖലയിൽ, ലോകത്തിലെ മുഴുവൻ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നവർ കുടുംബത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വലിയ തീയായിരുന്നു, അഗ്നിയായിരുന്നു. വിരലിൽ എണ്ണാവുന്ന മാസങ്ങൾ കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കുടുംബം വേണ്ട, ഈ ഭാര്യ എനിക്ക് വേണ്ട, ഈ ഭർത്താവിന് എനിക്ക് വേണ്ട, ഇതെന്റെ കുഞ്ഞല്ല. ലോകത്തൊരുപാട് പേരെ ചിരിപ്പിച്ചെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ മറന്നുപോയി, അവർക്ക് കഴിഞ്ഞില്ല കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിയുവാൻ. Prepare an ark to save your family. നിന്റെ കുടുംബത്തിന്റെ, നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം പണിയുവാൻ.
അല്പനിമിഷങ്ങൾക്കുള്ളിൽ കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ കെ സി ചെറിയാന്റെ ആ കരങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അതിശയമായ കരങ്ങളിൽ ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ ഓർക്കുക, ഒരു മഹത്തായ ദൗത്യം തുടങ്ങുകയാണ്. മറ്റൊന്നുമല്ല, കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം, ഒരു പുതിയ പണി ആരംഭിക്കുകയാണ്. അതിന് സർവശക്തനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ശ്രദ്ധിക്കണമേ, കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിയുക എന്നതുകൊണ്ട് ഒറ്റ വാക്യം നാം അർത്ഥമാക്കുന്നത് ദൈവം പണിയുക എന്നുള്ളതാണ്, ക്രിസ്തുവിൽ പണിയപ്പെടുക എന്നുള്ളതാണ്. കാരണം ദൈവമാണ് സകലത്തിൻ്റെയും ആരംഭം, ദൈവമാണ് സകലത്തിൻ്റെയും ഉടവൻ. എല്ലാ റിസോഴ്സും ദൈവത്തിൻ്റെ കരങ്ങളിലായതുകൊണ്ട് ദൈവത്താൽ പണിയപ്പെടുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് നാമും ദൈവമായിട്ടുള്ള ബന്ധം, കുടുംബ ആരാധന, വ്യക്തിപരമായ ജീവിതത്തിലെ ദൈവമായിട്ടുള്ള ബന്ധം, അതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്കെല്ലാം വളരെ മനോഹരമായ ഒരു മോഡൽ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത് അബ്രഹാം പിതാവ് തന്നെയാണ്. കേൾക്കണമോ? ഒരുപാട് സഞ്ചരിച്ച ആ മനുഷ്യൻ, ഒരുപാട് യാത്ര ചെയ്ത ആ മനുഷ്യൻ, താൻ യാത്ര ചെയ്ത താമസിച്ച എല്ലാ സ്ഥലങ്ങളിലും ചെയ്ത 2 കാര്യങ്ങൾ തിരുവചനം വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. ഒന്ന്, തനിക്ക് പാർക്കുവാൻ വേണ്ടി ഒരു താൽക്കാലികമായ കൂടാരം താൻ അടിച്ചു. 2, ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ഒരു യാഗപീഠവും താൻ പണിതു. 2 കാര്യങ്ങൾ. ഒന്ന്, മനോഹരമായൊരു കൂടാരം ജീവിതത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി താൻ അടിച്ചു. പക്ഷേ മറന്നുപോയില്ല, ഒരു പ്രാർത്ഥനയുടെ, ഒരു യാഗത്തിന്റെ, ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന, ദൈവത്തിന്റെ ശബ്ദം എന്നും കേൾക്കുന്ന ഒരു യാഗപീഠവും പണിയുവാൻ തനിക്ക് സാധിച്ചു. തൻ്റെ ജീവിതത്തിന്റെ വിജയം വരും തലമുറകൾക്ക് ഒരു മാതൃകയാകുവാൻ അബ്രഹാമിനെ ശക്തനാക്കിയത് ആ വളരെ മനോഹരമായ ജീവിതത്തിലെ പ്രക്രിയയായിരുന്നു. എത്ര നല്ല മനോഹരമായ ഫർണിച്ചറുകൾ കൊണ്ടും എത്ര മനോഹരമായ സംവിധാനങ്ങൾ കൊണ്ടും നമ്മുടെ വീട് അലങ്കരിക്കുമ്പോൾ ഓർക്കുക, പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ കൃപാസനം അവിടെ വരികയാണ്. ദൈവത്തിന്റെ സിംഹാസനം, സ്നേഹത്തിന്റെ, കരുതലിന്റെ, കൃപയുടെ സിംഹാസനം, ദ ത്രോൺ ഓഫ് ഗ്രേസ്. ആ കൃപയുടെ സിംഹാസനത്തിൽ ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഞാൻ പറയുന്നു, ആ കുടുംബം ഒരിക്കലും തകരുകയില്ല. രോഗം വന്നെന്നിരിക്കും, നിരാശകൾ വന്നെന്നിരിക്കും, സാമ്പത്തിക പ്രതിസന്ധി വന്നെന്നിരിക്കും, ശരീരത്തിന് തുടർമാനമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായെന്നിരിക്കും. പക്ഷേ ദൈവത്തിന്റെ ആ കൃപയുടെ ആ കൂടാരത്തിൽ, ആ കൃപാസനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയും ആ കുടുംബം അന്യം നിന്ന് പോകത്തില്ല, ആ കുടുംബം ശോഷിച്ചു പോകത്തില്ല. ദൈവം പണിയും. കാരണം ദൈവ സാന്നിധ്യത്തിൽ പണിയപ്പെടുന്നത് കൊണ്ട്. പ്രാർത്ഥന ആ കുടുംബത്തെ പണിയുന്നു. പെട്ടകം നാം പണിയേണ്ടത് ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ദി ഫാമിലി that prays together stays together. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ചു നിൽക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ തട്ടി ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, പ്രാർത്ഥനയിൽ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് നിൽക്കുമ്പോൾ, ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യു ആർ സ്റ്റേസ് ടുഗദർ, ഒന്നിച്ച് നിലകൊള്ളുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സഭാ ബന്ധങ്ങൾ, കൂട്ടായ്മ ബന്ധങ്ങൾ കുടുംബജീവിതത്തെ നവീകരിക്കുന്നതാണ്. നമ്മുടെ സഭകളിൽ ഇടവസ്ഥ പ്രാർത്ഥന, നമുക്കുള്ള കൂട്ടായ്മ ബന്ധങ്ങൾ, ഞായറാഴ്ചയുള്ള സഭായോഗം, ശ്രദ്ധിക്കണം, ഇതൊക്കെ അടിസ്ഥാനപരമായി വിജയകരമായ ഒരു കുടുംബജീവിതത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ മനോഹരമായ ഒരു പെട്ടകത്തിൽ നമ്മൾ നിർത്തുന്നത് ഈ ഒരു മനോഹരമായ പണിയാണ്. വിവാഹ ജീവിതത്തിൽ 4 ഘട്ടങ്ങൾ അടിസ്ഥാനപരമായിട്ടുണ്ട്. വ്യക്തികളായി നാം ജനിക്കുന്നു, വിവിധ സാഹചര്യത്തിൽ നാം വളരുന്നു, വിവിധ കുടുംബത്തിൽ, വിവിധ പശ്ചാത്തലത്തിൽ വളർന്നവർ കുടുംബ ജീവിതത്തിൽ ഒന്നിച്ചു ചേരുന്ന ആ മനോഹരമായ സമയമാണ് വിവാഹം. ഇംഗ്ലീഷ് അതിന് കപ്ലിംഗ് സ്റ്റേജ് എന്ന് പറയും. 2 പേർ സിംഗിൾ സ്റ്റേജിൽ കഴിഞ്ഞ 2 പേർ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന വളരെ മനോഹരമായ നിമിഷം. എനിക്ക് ഈ മനോഹരമായ ഈ പ്രോഗ്രാം കാണുമ്പോൾ സന്തോഷം തോന്നി. ഷെറിന്റെ ആ പേരിനകത്ത് തന്നെ ഒരു ഷീ ഉണ്ടായിരുന്നു. ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നില്ല, അച്ഛനമ്മമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. പ്രാർത്ഥനയിൽ അവർ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തെ അവരെ ഒന്നിച്ച് ആ ഷീയെ കണ്ടുമുട്ടുവാൻ, അതൊരു നിശ്ചയത്തിന്റെ കണ്ടുമുട്ടുവാൻ, ജീവിതത്തിലൊരു ദാനമായിട്ട്
അനുഗ്രഹമായിട്ട് ഒരുമിച്ച് ചേരുവാൻ ശ്രദ്ധിക്കണമേ. കപ്ലിംഗ് സ്റ്റേജിൽ ഒരുമിച്ച് ചേർക്കുന്ന ആ അദൃശ്യ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി ഒരു പേരന്റിങ് സ്റ്റേജിലേക്ക്, ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം, കുടുംബ ജീവിതത്തിന്റെ രണ്ടാം ഘട്ടം, ഒരു പേരന്റിങ് സ്റ്റേജിലേക്ക് ദൈവം അവകാശമായി ദാനമായി നൽകുന്ന, വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെ ദൈവം നൽകുന്ന കുഞ്ഞുങ്ങൾ, അവരെ വളർത്തുവാൻ ദൈവം നൽകുന്ന പേരന്റിങ് സ്റ്റേജ്. ശ്രദ്ധിക്കണമേ, ഈ കുഞ്ഞുങ്ങൾ വളർന്ന് അവർ പഠിച്ച്, ഇപ്പോൾ കേരളത്തിലെ തന്നെ ഒരു പൊതുചിത്രമായിരിക്കുന്ന മക്കളൊക്കെ പഠിച്ച് വിദൂരതയിലേക്ക്, വിദേശത്തേക്ക് പോകുമ്പോൾ അച്ഛനും അമ്മയും വീണ്ടും ഒത്തുചേരുന്ന റീകപ്ലിംഗ് സ്റ്റേജ്, വീണ്ടും അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന ഒരു റീകപ്ലിംഗ് സ്റ്റേജ്. വാർദ്ധക്യം ജീവിതത്തെ ബാധിക്കുമ്പോൾ 60 70കളിലോ 80കളിലോ ജീവിതത്തിൽ ഒരാൾ നഷ്ടപ്പെടുന്നു, വീണ്ടും ഒറ്റയ്ക്കായിത്തീരുന്നു. ഒരു സിംഗിൾ സ്റ്റേജിൽ ആരംഭിച്ച് ഒരു കപ്ലിംഗ് സ്റ്റേജിലേക്ക്, ഒന്നായി ചേരുന്ന അനുഭവത്തിലേക്ക് മാറി, അവിടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ഒരു പേരന്റിംഗ് സ്റ്റേജിലേക്ക് ഉയർത്തപ്പെട്ട് വീണ്ടും മക്കൾ വിദൂരതയിലേക്ക് പോകുമ്പോൾ ഒരു റീകപ്ലിംഗ് സ്റ്റേജിലേക്ക് വന്ന് വീണ്ടും ജീവിതത്തിൽ ഒറ്റയ്ക്കായിത്തീരുന്ന ഒരു അനുഭവം. കുടുംബജീവിതത്തിന്റെ സാരാംശം ഇതാണെങ്കിലും ഒറ്റ വാക്യം ഞാൻ പറയാം: ഏകനായിരിക്കുമ്പോഴും കുടുംബജീവിതത്തിലും മക്കളെ വളർത്തുവാനും പോറ്റി പുലർത്തുവാനും ശ്രദ്ധിക്കണമേ. ജീവിതത്തിലെ വാർദ്ധക്യത്തിന്റെ ആ സമയങ്ങളിലും ധീരതയോടെ, സന്തോഷത്തോടെ ഒരു ജീവിതം നയിക്കുവാൻ നമ്മെ ശക്തമാക്കുന്നത് മറ്റൊന്നുമല്ല, ആ കൃപയുടെ സിംഹാസനമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ആ ധന്യമായ നിമിഷമാണ്. ഈ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ഈ നിമിഷം ശ്രദ്ധിക്കണമേ, രണ്ടു സാഹചര്യങ്ങളിൽ, രണ്ട് ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലത്തിൽ, രണ്ട് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ പുതിയ ഒരു നവീകരിക്കപ്പെട്ട അനുഭവത്തിലുള്ള ഒരു പ്രാർത്ഥനയിൽ, ദൈവ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ചേരുന്ന രണ്ടു ദേഹമല്ല ഒന്നായിത്തീരുന്ന ഒരു നവ്യമായ നിമിഷം. വേദപുസ്തക ഭാഷയിൽ പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ തലയാണ്. ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പദമാണ്. പുരുഷനാണ് സ്ത്രീയുടെ തല എന്നതുകൊണ്ട് കമാൻഡ് ചെയ്യുവാൻ, അടിക്കുവാൻ, ഉപദ്രവിക്കുവാൻ ഒക്കെ ഉള്ള അധികാരം അതിനകത്തില്ല. ശ്രദ്ധിക്കണമേ, തലയായതുകൊണ്ട് ആധിപത്യമല്ല, മറിച്ച് കരുതലാണ്, സ്നേഹമാണ്, പാർട്ട്ണർഷിപ്പാണ്. കമാൻഡിങ് കൊടുക്കുകയല്ല, ആമേൻ, ഒരുമിച്ച് ചേരുകയാണ്. വളരെ മനോഹരമായ ഒരു ചൈനീസ് പഴമൊഴി അതിനെക്കുറിച്ച് ഇങ്ങനെയുണ്ട്: പുരുഷൻ സ്ത്രീയുടെ തലയാണെങ്കിൽ കമാൻഡ് കൊടുക്കാൻ വേണ്ടിയല്ല, ആ തലയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന ഒരു കഴുത്തുണ്ടല്ലോ, അതാണ് സ്ത്രീ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണെങ്കിലും ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരുമിച്ച് പണിയുവാൻ, പങ്കാളിത്തത്തിൽ പണിയുവാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ കുടുംബജീവിതത്തിലെ ഒത്തൊരുമിച്ചുള്ള അനുഭവമാണ്. കർത്തവ്യ നിർവഹണത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കർത്താവ് തരികയാണ്. കർത്തവ്യ നിർവഹണത്തിൽ നിങ്ങൾ ദൈവത്താൽ ഒരു പെട്ടകം പണിയുക, സ്നേഹത്തിൽ പണിയുക. വളരെ എത്ര അധികം പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു ദിവ്യ അനുഭവം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, സ്നേഹിക്കുവാൻ, കരുതുവാൻ തന്നിരിക്കുന്ന ഒരു അനുഭവം. സ്നേഹത്തിൽ പണിയുക, പങ്കാളിത്തത്തിൽ പണിയുക, ബുദ്ധിയിൽ പണിയുക. ഇത് ഒരു മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് കുടുംബജീവിതത്തിൽ ദൈവം ഒരുപാട് ദാനങ്ങൾ, സൗന്ദര്യം, ഒരുപാട് അവസരങ്ങളൊക്കെ തന്ന് ആ ജീവിതത്തിന്റെ എല്ലാ നന്മകളും എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുമ്പോഴും ഒരു മെച്യൂരിറ്റിയിൽ, ഒരു സ്ഥിരതയിൽ, ബുദ്ധിയിൽ പണിയുവാൻ ദൈവം നിങ്ങൾക്ക് ഒരു ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാവിയിലേക്ക് നിങ്ങൾ പണിയുകയാണ്. ഓരോ കുടുംബവും അടുത്ത തലമുറയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നല്ല തലമുറകൾ ഉണ്ടാകണമെങ്കിൽ നല്ല അച്ഛനമ്മമാർ ഉണ്ടാകണം. ശ്രദ്ധിക്കണമേ, പലപ്പോഴും നാം തെറ്റിദ്ധരിക്കുന്ന ഒരു പദപ്രയോഗമാണ് പേഴ്സണാലിറ്റി. സൗന്ദര്യത്തെ നാം വ്യാഖ്യാനിക്കുന്നത് ആളുകളെ കണ്ട് അവരുടെ വേഷവിധാനം, അവരുടെ ശരീരത്തിന്റെ അവരുടെ ചുവടുവയ്പ്പുകൾ, ഇതൊക്കെ പേഴ്സണാലിറ്റി. നാം പറയുന്ന കാണാൻ കൊള്ളാം എന്ന് പറയുന്ന പേഴ്സണാലിറ്റി അല്ല കുടുംബത്തെ പണിത്, മറിച്ച് ക്യാരക്ടർ, സ്വഭാവമാണ്. പേഴ്സണാലിറ്റി മറ്റുള്ളവർ നമ്മളെ കാണുന്ന നമ്മുടെ പെരുമാറ്റമാണെങ്കിൽ, സ്വഭാവം എന്നത് നാം യഥാർത്ഥത്തിൽ ആരാണോ അതാണ് സ്വഭാവം. ഞാൻ മനോഹരമായി ഇവിടെ പ്രസംഗിക്കുമ്പോൾ, ഇവിടെ പ്രിയപ്പെട്ടവർ പാട്ട് പാടുമ്പോൾ പറയും കൊള്ളാം, പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ, വീടിനകത്ത് മുറിയിൽ നാം എങ്ങനെ പെരുമാറുന്നു, ആരും ഇല്ലാത്തയിടത്ത് എങ്ങനെ പെരുമാറുന്നു, അതാണ് പ്രധാനം. കുടുംബജീവിതത്തെ ധന്യമാക്കുന്നത് ആ മനോഹരമായ സ്വഭാവമാണ്, പെരുമാറ്റമാണ്.
ഒരു നല്ല കുടുംബജീവിതം പണിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല സമൂഹം ഉണ്ടാകണമെങ്കിൽ ഒരു നല്ല കുടുംബം ഉണ്ടാകണം. കർത്താവിൻ്റെ പാദപീഠത്തിൽ ഉത്തരവാദിത്തോടെ പണിയപ്പെടുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. രണ്ട് വ്യക്തികൾ, രണ്ട് അഭിപ്രായങ്ങൾ, രണ്ട് ചിന്തകൾ ഒരുമിച്ച് ചേരുമ്പോൾ അവിടെ സംഘടനമുണ്ടാകാം. ഒരാൾ വഴങ്ങുമ്പോൾ, ഒരാൾ താഴുമ്പോൾ, ഒരു ദിശയിലേക്ക് ഒരുമിച്ചൊഴുകുമ്പോൾ അത് മാറുകയാണ്. പ്രാർത്ഥനയിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, വചനധ്യാനത്തിൽ പണിയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിപ്പയർ ആൻ ആർട്ട് ടു സെർവ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഒരു കൃപയുടെ പെട്ടകം പണിയുക. പെന്തക്കോസ്ത് യുവജന സംഘടനയിലെ എല്ലാ പ്രവർത്തകരും, എൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, കമ്മിറ്റി അംഗങ്ങൾ, അതിൻ്റെ പ്രവർത്തകർ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മകൾ നേർന്നുകൊണ്ട് ഇവിടെ നിർത്തുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്തിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചല്ലോ, അവിടുത്തെ ഓമനപുത്രനെ ഞങ്ങൾക്കായി തന്നല്ലോ. ഞങ്ങളെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. പ്രിയ പാസ്റ്റർ TC ജേക്കബ്, പാസ്റ്റർ എബ്രഹാം TI, ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അവർക്ക് നൽകിയ മക്കൾക്കായി, വിശേഷിച്ച് ഷെറിനും നിഷയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നവരുടെ ജീവിതത്തിൽ അവിടുന്ന് അവർക്കായി കരുതിയ കരുതലിൻ്റെ നല്ല ദിനത്തിൽ അതിനെ സാക്ഷ്യം വഹിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. ഇവിടെ പ്രഘോഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനങ്ങൾ അവർക്കും ഞങ്ങൾക്കും എല്ലാം അത് അനുഗ്രഹമാകണമേ. തുടർന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ സത്യബന്ധത്തിലേക്ക്, വിശുദ്ധ ഉടമ്പടിയിലേക്ക് അവർ പ്രവേശിക്കാൻ പ്രാർത്ഥനയോടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും അവിടുന്ന് അവർക്ക് നൽകണമേ. ശുശ്രൂഷയ്ക്കായി അങ്ങയുടെ ദാസനെ ശക്തീകരിക്കണം. തിരുനാമം മഹത്വം എടുക്കണം. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വേദിയിലും താഴെയുമായി വീക്ഷിച്ചയക്കുന്ന ബഹുമാനരായ കർത്തദാസന്മാർ, വിശിഷ്ടിയായി ഇവിടെ ദൈവനം പ്രസ്താവിച്ച ശക്തരായ കർത്തദാസന്മാർ, നീക ദമ്പതികൾ, അവരുടെ മാതാപിതാക്കൾ, ഈ വിവാഹത്തിനായി വന്നുയർത്തുന്ന എല്ലാവർക്കും, അനുഗ്രഹീതമായ ഗായക സംഘം, ഈ ശുശ്രൂഷയ്ക്ക് ആദ്യക്ഷം വഹിക്കുന്ന പാസ്റ്റർ തോമസ് ജോൺ, എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനം. സർവശക്തനായ ദൈവത്താൽ സ്ഥാപിതമായതാണല്ലോ വിവാഹം, മനുഷ്യരാരും കണ്ടുപിടിച്ചതല്ല. ആദ്യ വിവാഹം കഴിഞ്ഞതാണ് 4000 വർഷം കഴിഞ്ഞ്. പുത്രൻ തമ്പുരാൻ ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ സാന്നിധ്യം കൊണ്ട് പരിപോഷിപ്പിക്കപ്പെട്ട ഖനാവിലെ കല്യാണം ഈ ആധുനിക യുഗത്തിൽ, സഭായുഗത്തിൽ പരിശുദ്ധാത്മാവ് ശുപാർശ ചെയ്ത് വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്ക നമ്മിൽ വന്ന് പരിശുദ്ധാത്മാവ് ശുപാർശ ചെയ്തതുമായ ഒരു കാര്യമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. ആദമഹവമാരുടെ വിവാഹത്തിൽ ആരംഭിച്ച് ദൈവകുഞ്ഞാടാകുന്ന, അല്ലെങ്കിൽ സഭയുടെ ഏകാന്തനായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിവാഹത്തോടുകൂടെ അവസാനിക്കുന്ന ഈ വലിയ കാര്യം, അതിൻ്റെ ഒരു നിഴൽ ഇന്ന് പകൽ ഇവിടെ നിറവേറ്റാൻ പോകുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ വളരെ ധന്യരാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ജോലിയോ നിങ്ങളുടെ ചുറ്റുപാടോ നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ, ഇനിയും ധാരാളമായി നൽകട്ടെ. ഞാൻ ഈ പട്ടണത്തിൽ ജനിച്ചു വളർന്ന് ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് ഇവിടെ ജോലി ചെയ്ത്
കഴിഞ്ഞ 50 വർഷം ഇവിടെ സുവിശേഷം പറയുന്നൊരു സാധുവായ മനുഷ്യനാണ്. എൻ്റെ അടുക്കൽ പല ചെറുപ്പക്കാരികളും വന്ന് എൻ്റെ പാസ്റ്ററെ, ഞങ്ങളുടെ അപ്പം കുടിച്ച് ഞങ്ങളുടെ അമ്മയെ തല്ലി എത്ര നാളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു ദിവസമെങ്കിലും ഞങ്ങളുടെ അമ്മ ഒന്ന് സൗകര്യമായിട്ട് ഉറങ്ങുന്നത് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള അനേകരുള്ളപ്പോൾ നിങ്ങളെ തൊട്ട് താരാട്ടാട്ടുന്ന സമയം മുതൽ കൊച്ചുകുഞ്ഞുപദേശിയുടെയും ചെറിയാൻ സാറ് വരെയുള്ള ശക്തരായ ദൈവഭക്തന്മാരുടെ പാട്ടുകൾ പാടി നിങ്ങളെ ഉറക്കിയ ഭക്തരായ മാതാപിതാക്കളെ, വിശേഷാൽ സുവിശേഷകരെ ദൈവം നിങ്ങൾക്ക് നൽകിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അങ്ങനെ കഴിഞ്ഞ തലമുറ നിങ്ങൾ കാണിച്ചെന്ന മാതൃക പ്രകാരം നിങ്ങളുടെ തലമുറയിലും നിങ്ങൾ പ്രവർത്തനത്തിൽ ആത്മീയ പുരോഗതി മുമ്പോട്ട് വരുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങളും പറയാണെന്നും പറയുന്നത് എഫേസ്യ ലേഖനം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, പത്രോസ് ലേഖനം 3 അധ്യായം വായിക്കുക, കൊരിന്ത്യർ ലേഖനം 1:7 അധ്യായം വായിക്കുക. കർത്താവ് ശിഷ്യന്മാരുമായിട്ട് ഒരിക്കുമ്പോൾ പരീക്ഷ പ്രമാണികളോട് പറഞ്ഞ മത്തായി സുവിശേഷത്തിലെ മർക്കോസ് സുവിശേഷത്തിലെ ഭാഗസംബന്ധമായ കാര്യങ്ങൾ വായിക്കുക. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ അനേക ഭക്തന്മാരുടെ ചരിത്രമുണ്ട്. അവരെല്ലാം നീതിമാന്മാരായിരുന്നു. പുതിയ നിയമത്തിലും ചരിത്രം ഭക്തന്മാരുടെ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ കുടുംബത്തിൻ്റെ കാര്യം ഇവിടെ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ നിങ്ങൾ നീതിമാന്മാരും ശക്തരും ദൈവത്തിൻ്റെ എല്ലാ വഴിയിൽ നടക്കുന്നവരുമായി തീരുവാൻ സർവശക്തത നിങ്ങൾക്കിടയാക്കട്ടെ. ബഹുമാന്യ കർത്താസം ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെ അഭിമാനമായി ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് അഭിമാനിക്കുന്ന ഫിലിപ്പവരുകൾ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊരു കാര്യം ഓർക്കുക, ദൈവത്തോടുകൂടെ നിങ്ങൾ പണിയുക. ദൈവമായിട്ടുള്ള ആ സംസർഗത്തിൽ ആയിരിക്കുക. ദൈവം പണിയുന്നില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തെല്ലാം ഉണ്ടെങ്കിലൊക്കെ നാശമാണ്. എന്നാൽ ദൈവം നിങ്ങളുടെ കുടുംബജീവിതം പണി തുടങ്ങിയാൽ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. എല്ലാവിധ ആശീർവാദങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. കഴിഞ്ഞ നാളിലേക്കാൾ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളെയും പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളോടൊരു വാക്ക് പറയാതെ പോയാൽ ശരിയല്ലല്ലോ. പ്രിയ അക്ഷരനും നിശയും ഇന്ന് ഇവിടെ ഇരിപ്പുണ്ട്. ബ്രൈഡൽ മാർച്ച് നടക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് ആരും ഇടാതെ അവിടെ കസേര അവിടെ ഇട്ടിരുന്നു. ഷെറിന് വന്ന ശേഷം അവൾ വന്നത് നിശ്ചയമാണ്, വെറുതെ വന്നതല്ല. മറ്റാരും നിശ്ചയേക്കാൾ കുറച്ചുകൂടെ സൗന്ദര്യമോ ആരോഗ്യമോ ഒക്കെ ഉള്ള പെൺകുട്ടി കയറി വന്നാലും ഞങ്ങളെ സമ്മതിക്കില്ല. കാരണം അതിന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത് ഒരുക്കപ്പെട്ട് വന്നിരിക്കുന്ന നിശ്ചയമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ വിവാഹം മറ്റൊരു വിവാഹത്തിൻ്റെ ഒരു നിഴലാണ്. ഇതുപോലെ ഒരു ദിവസം മറ്റൊരു വിവാഹം നടക്കും. കുഞ്ഞാടിൻ്റെ കല്യാണം ഒന്നുമില്ല. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാകുന്ന ആത്മമണവാൾ തക്ക സമയത്ത് നാം അഭക്തരായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ താഴ്ച കടാക്ഷിച്ച് നിത്യമായ പാപത്തിൻ്റെ അധീനം നമ്മളെ വിടുവിച്ച് പേസിലെത്തപ്പോൾ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്ന് തൻ്റെ രക്തം തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ആത്മമണവാളൻ എത്രയും വേഗം വരുവാൻ പോവുകയാണ്. ആ വിവാഹ മഹോത്സവത്തിൽ പങ്കെടുക്കണമെങ്കിൽ പ്രിയ നിശയെ നേരത്തെ കണ്ട് ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച് വന്നതുപോലെ കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിങ്ങളുടെ പാപങ്ങൾ മായിക്കപ്പെട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിനെ ശുദ്ധീകരിക്കപ്പെട്ട് ആത്മീയമായി നിങ്ങൾ ശക്തി പ്രാപിച്ച് വീണ്ടും ജന്മം പ്രാപിച്ച് നീതീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവനപ്രകാരം ജീവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരുന്നാൽ അവൻ വരുമ്പോൾ നിങ്ങൾക്ക് പോകുവാൻ കഴിയും.
ക്രിസ്തീയ സഭ ലോകത്തിൽ ഏത് ക്രിസ്തീയ സഭ എടുത്താലും ഒരു അടിസ്ഥാന തത്വം ഇതാണ്: നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എത്രയും വേഗം വരുവാൻ പോവുകയാണ്. ആകയാൽ ആ വലിയ കല്യാണത്തിന് ഒരുങ്ങുവാൻ തക്കണം തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ശുഭകരമായ എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകി. പ്രിയ ഷെറിനെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. നീ ബേത്ലഹേമിൽ വിശുദ്ധനും എഫ്രാത്തിൽ ശക്തനുമായി തീരുക. പ്രിയ നിശേ ഇസ്രായേൽ ഗോത്രം വളരെ മാതാക്കളെ പോലെ നീ അനുഗ്രഹിക്കപ്പെടുക. ശുഭകരമായ ഭാവി ദൈവം നിൽക്കുന്ന അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ വിവാഹ ശുശ്രൂഷ നിർവഹിക്കുന്ന ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സഭയെ ഞാൻ അറിയിക്കുന്നത്, കോട്ടയം ജില്ലയിൽ കോട്ടയം താലൂക്കിൽ തിരുവാർപ്പ് വില്ലേജിൽ തൈച്ചേരിൽ ബദേൽ വീട്ടിൽ പാസ്റ്റർ CT ജേക്കബ്, ശ്രീമതി മോളി ജേക്കബിൻ്റെ മകൻ ഷെറിൻ ജേക്കബ് എന്ന ഈ യുവാവും തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ വാഴിച്ചൽ വില്ലേജിൽ തായ്മുറിയിൽ വീട്ടിൽ പാസ്റ്റർ TI എബ്രഹാമിൻ്റെയും ശ്രീമതി അന്നമ്മ എബ്രഹാമിൻ്റെയും മകൾ നിഷ എബ്രഹാം എന്ന ഈ യുവതിയും ഇവർ തമ്മിൽ വിശുദ്ധ വിവാഹത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കഴിഞ്ഞ നാളുകളിൽ ഇവരുടെ ഇരു കുടുംബങ്ങളും വേണ്ടപ്പെട്ടവരും സഭാപ്രതിനിധികളും ശുശ്രൂഷകന്മാരും ഒരുമിച്ച് ചേർന്ന് കൂടി ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇവർ ഈ വിവാഹവേദിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരുടെ വിവാഹം നടത്തിക്കൊള്ളുന്ന തടസ്സമായി ഇന്ത്യൻ വിവാഹ നിയമത്തിനോ കേരള വിവാഹ നിയമത്തിനോ തടസ്സമായി ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിൻ്റെ അവസാനത്തെ അവസരമാണിപ്പോൾ. അങ്ങനെ അല്ലാത്ത പക്ഷം നിങ്ങളെല്ലാവരും മൗനമായിരിക്കുകയും ഇന്ന് മുതൽ ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ സാക്ഷികളായിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഇരിക്കുന്നതിനാൽ ഈ ശുശ്രൂഷ നിർവഹിച്ചു കൊടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്ന മനസ്സിലായിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാം. വളരെ പ്രാർത്ഥന ഇവിടെ ആവശ്യമാണ്. ക്രിസ്തീയ മണ്ഡലത്തിൽ, ക്രിസ്തീയ സഭകളിൽ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായ ദൈവദാസന്മാർക്ക് പല ശുശ്രൂഷ പരിശുദ്ധാത്മാവ് പിതാവാ ദൈവവും പുത്രനാം ദൈവവും പരിശുദ്ധാത്മാവും ദൈവവും നിയമിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ശുശ്രൂഷ ഇതിന് ഞങ്ങൾ സാക്ഷികളായി നിൽക്കുന്നതല്ലാതെ ഈ ശുശ്രൂഷ സർവശക്തനായ ദൈവമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കാർക്കും അതിന് അവകാശമില്ല. യോജിപ്പിക്കുക എന്നുള്ള ബാക്കിയെല്ലാം അവരുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കുന്ന സർവശക്തനായ ദൈവം. അതുകൊണ്ട് ഇവരെ യോജിപ്പിക്കുന്ന പോകുന്ന ഈ അവസരത്തിൽ എല്ലാവിധ ആശീർവാദങ്ങളും നൽകത്തൊക്കണം. സഭ പ്രാർത്ഥനയോടെ ഇരിക്കണം. ഈ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇങ്ങനെ നടന്നുകൊള്ളൂ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം, അങ്ങോട്ടല്ല ശ്രദ്ധിക്കണം എന്ന കാര്യം വിശേഷാൽ ഓർപ്പിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. സർവഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെ സാക്ഷിയാക്കി ഷെറിൻ ജേക്കബിനോട് ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ വിവാഹ ബാന്ധവത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന തടസ്സമായി രഹസ്യമോ പരസ്യമോ ഏതെങ്കിലും കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ? നിൻ്റെ സമീപം നിൽക്കുന്ന നിഷ എബ്രഹാം എന്ന ഈ യുവതിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണ്. തുടർന്ന് ദൈവം തരുന്ന മർത്തിയായുസ്സിൽ മരണത്താൽ ഒരു വേർപാടുണ്ടാകുന്നത് വരെ നിഷയെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ശുശ്രൂഷിച്ച് പോറ്റി പുലർത്തി അവരോട് വിശ്വസ്തയായിരിക്കാൻ നീ ദൈവസന്നിധി തീരുമാനിക്കുന്നു. സർവഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന സർവശക്തനായ ദൈവത്തെ സാക്ഷിയാക്കി നിഷ എബ്രഹാമിനോട് ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ വിവാഹ ബാന്ധവത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന തടസ്സമായി രഹസ്യമോ പരസ്യമോ ഏതെങ്കിലും കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടോ? നിൻ്റെ സമീപം നിൽക്കുന്ന ഷെറിൻ ജേക്കബ് എന്ന യുവാവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണ്. തുടർന്ന് ദൈവം എന്ന മർത്തിയായുസ്സിൽ മരണത്താൽ ഒരു വേർപാടുണ്ടാകുന്നവരെ ഷെറിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ശുശ്രൂഷിച്ച്
സർവത്തിലും ഷെറിന് കീഴടങ്ങിയിരിക്കാൻ നീ ദൈവസന്നിധിയിൽ തീരുമാനിക്കുന്നുവോ? അവരിരുവരും അവരുടെ സമ്മതം ദൈവസഭയുടെ നടുവിൽ വെച്ച് പരസ്യമായി പ്രസ്താവിച്ചിരിക്കുന്നതിനാൽ ഇനിയും അവരുടെ വലങ്കരങ്ങളെ യോജിപ്പാനായിട്ട് തുടങ്ങുകയാണ്. ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മലാക്കി പ്രവചനത്തിൽ വായിക്കുമ്പോൾ പ്രവാചകൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദ പാരമ്പര്യ കുടുംബങ്ങൾ വിജാതിരായ സ്ത്രീകളെ, തങ്ങളുടെ സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിച്ച വിജാതിരായ സ്ത്രീകളെ വിവാഹം കഴിച്ച് അവർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ യൗവനക്കാരികളായ സ്ത്രീകൾ ദേവാലയത്തിലേക്ക് വന്ന് അവരുടെ കണ്ണുനീർ കൊണ്ട് യാഗപീഠത്തെ നനച്ചു. അവർ സർവശക്തിയോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തോട് കാണിക്കുന്ന തെറ്റ് ഇന്നതെന്ന് അവരെ ശാസിച്ചപ്പോൾ എന്ത് കാര്യമെന്ന് ചോദിച്ചു. നിൻ്റെ യൗവനഹോവ നിനക്കും നിൻ്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും സാക്ഷിയായിരിക്കെ നീ അവരെ ഉപേക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അവൾ നിൻ്റെ കൂട്ടാളിയും നിൻ്റെ സർമ്മപത്നിയുമല്ലോ. ഷീസ് ദൈ കമ്പാനിയൻ ആൻഡ് ദ വൈഫ് ഓഫ് ദൈ കവനൻ. അവൾ നിൻ്റെ കൂട്ടാളിയും ഉടമ്പടിയുടെ ഭാര്യയുമല്ലോ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇവരെ ഉടമ്പടി ചെയ്യിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തിൻ്റെ ശുശ്രൂഷ, മറ്റൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇപ്പോൾ അവർ ഉടമ്പടി ചെയ്യുമ്പോൾ സഭ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുകയും ഈ സ്റ്റേജിലിരിക്കുന്ന ദൈവദാസന്മാർ എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. പാതയിൽ നിന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ തുടങ്ങുന്ന അവസരത്തിൽ ദൈവത്തിൻ്റെ ദാസനായ ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞതുപോലെ മുപ്പരിച്ചയുടെ വേഗത്തിൽ അറ്റുപോകില്ലെന്ന് എഴുതിയിരിക്കുന്ന പോലെ മൂന്നാമനായ കർത്താവ് നിങ്ങൾ ഇറങ്ങി വന്ന് നിങ്ങളെ യോജിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഒരു നിമിഷം നിങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി മൗനമായി പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, എന്നെ അനുഗ്രഹിക്കണമേ, വിജയകരമായ കുടുംബജീവിതത്തിൽ എന്നെ ഒരുക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. ഏദൻ പൂങ്കാവനത്തിൽ ഇറങ്ങി ആദ്യ മാതാപിതാക്കളെ യോജിപ്പിച്ച് അവരെ ഒന്നാക്കി അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ
യോജിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഷെറിൻ ജയിക്കവാകുന്ന ഞാൻ നിഷ ഏബ്രഹാം ആകുന്ന നിന്നെ എൻ്റെ ഭാര്യയായി ഇന്നു മുതൽ സ്വീകരിച്ചിരിക്കുന്നു. സുഖമോ ദുഃഖമോ, രോഗമോ ആരോഗ്യമോ, ദാരിദ്ര്യമോ സമ്പത്തോ, ഉയർച്ചയോ താഴ്ചയോ, ഏത് പരിതസ്ഥിതി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയാൽ ആ സമയമെല്ലാം നിന്നെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ച് ശുശ്രൂഷിച്ച് പോറ്റി പുലർത്തി നിന്നോട് വിശ്വസ്തനായി ഇരുന്നു കൊള്ളാമെന്ന് സർവത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പിൽ നല്ല സ്വീകാര്യം കഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെയും സ്വർഗീയ ദൂതന്മാരെ സാക്ഷിയാക്കി ദൈവസഭയുടെ നടുവിൽ വെച്ച് ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുന്നു. നിഷ ഏബ്രഹാമാകുന്ന ഞാൻ പറഞ്ഞു, ഷെറിൻ ജയിക്കമാകുന്ന താങ്കളെ എൻ്റെ ഭർത്താവായി ഇന്നു മുതൽ സ്വീകരിച്ചിരിക്കുന്നു. സുഖമോ ദുഃഖമോ, രോഗമോ ആരോഗ്യമോ, ദാരിദ്ര്യമോ സമ്പത്തോ, ഉയർച്ചയോ താഴ്ചയോ, ഏത് പരിതസ്ഥിതി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുകയായി ആ സമയമെല്ലാം താങ്കളെ ബഹുമാനിച്ച് ആദരിച്ച് ശുശ്രൂഷിച്ച് സകലത്തിലും താങ്കൾക്ക് കീഴടങ്ങിയിരുന്നു കൊള്ളാമെന്ന് സർവത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന് മുമ്പ് നല്ല സ്വീകാരം കഴിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വർഗീയ ദൂതന്മാരെ സാക്ഷിയാക്കി ദൈവസഭയുടെ നടുവിൽ വെച്ച് ഞാൻ താങ്കളോട് ഉടമ്പടി ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവവും ദൂതന്മാരും നിങ്ങളുടെ ഉടമ്പടിക്ക് സാക്ഷിയായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ സഭയുടെ നടുവിൽ വെച്ച് അങ്ങേ സാക്ഷിയാക്കി അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ ഉടമ്പടി ചെയ്ത് വിശുദ്ധ വിവാഹ ബാന്ധവത്താൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. അബ്രഹാമിനെ സാറയോടും ഇസ്ഹാക്കിനെ റിബേക്കയോടും യാക്കോബിനെ റാഹേലിനോടും ബോവസിനെ രൂത്തിനോടും അക്കുലെ പ്രസിക്കോട് യോജിപ്പിച്ച് അവരെ ഒന്നാക്കി അനുഗ്രഹിച്ച ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, യേശു ക്രിസ്തു കൂടെ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ അവിടുത്തെ അദൃശ്യമായതും അഗ്നിമയമായ തൃക്കരം കൊണ്ട് നീ അവരെ യോജിപ്പിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാൾ അവരെ നടത്തിയ ദൈവം, അവരെ പരിപാലിച്ച ദൈവം, അവർക്ക് ആവശ്യമായ സഹനങ്ങളും നൽകിയ ദൈവം ഈ പകൽക്കാലം സ്വർഗീയമായ കവാടങ്ങളെ തുറന്ന് ധാരാളമായ അനുഗ്രഹങ്ങളാൽ അവരെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമനായ ഗ്രഹനായകൻ ആവശ്യമായിരിക്കുന്ന ശാരീരിക, മാനസിക, ആത്മിക നൽവരങ്ങളാൽ നിന്റെ മകനെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു ഉത്തമയായ ഗ്രഹനായിക്ക് ആവശ്യമായ ശാരീരിക, മാനസിക, ആത്മീക നൽവരങ്ങളാൽ എൻ്റെ മകളെ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ അപ്പത്തെ നീ അനുഗ്രഹിച്ചു കൊടുക്കണമേ.
വെള്ളത്തെ നീ അനുഗ്രഹിച്ചു കൊടുക്കണമേ. അവർ ഭവനത്തിൽ അനുഗ്രഹിക്കപ്പെടണമേ, പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടണമേ, വയലിൽ അനുഗ്രഹിക്കപ്പെടണമേ. അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടണമേ. നന്മയും കരുണയും അവരുടെ ആയുഷ്കാലം മുഴുവൻ അവരെ പിന്തുടരുമാറാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, നിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം ചെയ്ത് തങ്ങളുടെ തലമുറയോടുകൂടെ അവർ ദൈവത്തെ സേവിച്ച് ദൈവസഭയ്ക്ക്, അവരുടെ മാതാപിതാക്കൾക്ക്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ഒരു അനുഗ്രഹമായി തീരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അദൃശ്യമായ തൃക്കരം അവരുടെ മേൽ വെച്ച് നീ അവരെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സകലവും ഞങ്ങൾ കാര്യം വെച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. നിങ്ങൾ ഇരുവരും അവിടെ നിൽക്കുകയും കർത്താവിൻ്റെ ദാസന്മാർ ചില വേദഭാഗങ്ങൾ സംസാരിപ്പാൻ സാവകാശം ലഭിക്കുന്നതിനാൽ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നതും ആ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ ദൈവത്തിൻ്റെ അരുളപ്പാട് നിലയിൽ അവയെ കർത്താവെ അതിനെ അനുസരിച്ച് ജീവിപ്പാൻ കൃപ നൽകണമെന്ന പ്രാർത്ഥനയോടെ അവിടെ നിൽക്കാൻ ദൈവത്തിന് സ്തോത്രം. ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കാറാ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ വണ്ണം ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാരെ സ്വന്തം ശരീരങ്ങളെ പോലെ, ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും നിന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടുണ്ടോ? ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തിയത്തെ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശത്തിലെ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു, ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലമുടി ഭിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധി വിലയേറതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായി തീർന്നു. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടുകൂടി സ്ത്രീയോട് ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൊണ്ട് അവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുപ്പീൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകമണ്ണം കീഴടങ്ങുവീൻ. ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ, അവരോട് കയ്പായിരിക്കരുത്. 128-ാം സങ്കീർത്തനം. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ ധ്വാനഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ മനുഷ്യൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. പരീശന്മാർ അവൻ്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞു.
നിങ്ങൾ വായിക്കുന്നില്ല. അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല, ഒരു ദേഹത്തെ ആകുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതേ മനുഷ്യൻ വേർപരിക്കരുത് എന്ന ഉത്തരം പറഞ്ഞു. ഇവർ രണ്ടുപേരും ദൈവസന്നിധിയിൽ ഉടമ്പടി ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പ്രിയപ്പെട്ട ഇപ്പോൾ ദൈവദാസന്മാർ ഒരുമിച്ചുകൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവസരമാണ്. ആ ശുശ്രൂഷയ്ക്ക് പാസ്റ്റർ ജോർജ് അവർ നേതൃത്വം നൽകുന്നു. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ഏകൻ പ്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ പ്രിയേകനാകും സ്നേഹ സ്വരൂപിയെന്നും. ഏകട്ടെ മംഗളങ്ങൾ മേലാൽ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സ്വർഗീയ പിതാവേ, നിന്റെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തിരുസഭയിൽ വെച്ച് ദൈവ സാന്നിധ്യത്തിൽ ഉടമ്പടി ചെയ്ത് ഭാര്യ ഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്ന ഞങ്ങളുടെ ഈ മക്കളെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ അവർ സമൂഹത്തിന് അനുഗ്രഹമായി ഭവിപ്പാൻ, ഇരു ഭവനങ്ങൾക്കും അനുഗ്രഹമായി ഭവിപ്പാൻ, ദൈവസഭയ്ക്ക് അനുഗ്രഹമായി ഭവിപ്പാൻ, ഉയരങ്ങളിലെ ധാരാളമായ അനുഗ്രഹത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഈ പ്രാരംഭ അവസരങ്ങളിൽ തന്നെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾ തിരുമേനി കൂട്ടായിരിക്കണം. അവരുടെ രോഗങ്ങൾ തിരുമേനി വൈദ്യനും സഹായിയായിരിക്കണം. അവരുടെ ഏകാന്തത്തിൽ തിരുമേനി കൂട്ടാളിയായിരുന്ന് തുണയ്ക്കണം. ആവശ്യങ്ങളെല്ലാം തുണച്ച് നിന്റെ മഹത്വത്തിനു വേണ്ടി അവർ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ സുവിശേഷത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി, കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ദാസന്മാരായ ഞങ്ങൾ ചേർന്ന് ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുകയാണ്. നിന്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ ധാരാളമായി തുറക്കണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആദ്യ മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം തന്നെ ഈ പ്രിയപ്പെട്ട ദമ്പതികളെയും ധാരാളമായിട്ട് അനുഗ്രഹിപ്പാൻ ഞങ്ങൾ നിന്റെ സ്നേഹത്തോട് കരുണയോട് അപേക്ഷിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രിയപ്പെട്ട ദമ്പതികളെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹമായി ഭവിക്കട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഷെറിൻ എന്ന യുവാവും നിഷ എന്ന യുവതിയും ദൈവസഭയുടെ നടുവിൽ വച്ച് ദൈവത്തെ സാക്ഷിയാക്കി ദൈവനാമത്തിൽ ഉടമ്പടി ചെയ്ത് വിശുദ്ധ വിവാഹ ബാന്ധവത്താൽ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് ഭർത്താവും ഭാര്യയുമായി തീർന്നുള്ള വിവരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവസഭയിൽ പ്രഖ്യാപനം ചെയ്യുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യരാരും വേർപിരിക്കരുത്. ആമേൻ, ആമേൻ, ആമേൻ. There's just one thing that I want to say.
കോട്ടയം നോർത്ത് സെൻറ്ററിലെ ശുശ്രൂഷകന്മാരായ ഞങ്ങളുടെ സഹപ്രവർത്തകനായ പാസ്റ്റർ TC ജേക്കബ് അവരുടെ പുത്രൻ ഷെറിൻ ജേക്കബിൻ്റെയും പാസ്റ്റർ TI ഏബ്രഹാമിൻ്റെ മകൾ നിഷയും തമ്മിലുള്ള ഈ വിശുദ്ധ വിവാഹത്തിൽ ശുശ്രൂഷകന്മാരായ ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചതോർ ദൈവത്തെ സ്തുതിക്കുന്നു. കോട്ടയം നോർത്ത് സെൻറ്റർ ഇവാഞ്ചലിസം ബോർഡിൻ്റെ സന്തോഷാർത്ഥം ശുശ്രൂഷകന്മാരായ ഞങ്ങൾ ഒന്നിച്ച് ഈ ഉപഹാരം ഇവാഞ്ചലിസം ബോർഡിന് വേണ്ടി ഈ അവസരം ദമ്പതികൾക്ക് നൽകുന്നു. കോട്ടയം ടൗൺ സഭയായ ഞങ്ങളുടെ സിയോൻ ടവർനാക്കിൾ സഭയ്ക്ക് വേണ്ടി സെക്രട്ടറി ബ്രദർ TM തോമസ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഷെറിനും കുടുംബത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചനത്തിൽ അനുശാസിക്കുന്നതായ കുടുംബ ബന്ധങ്ങളിലേക്കും കുടുംബജീവിതത്തിലേക്കും പ്രവേശിച്ച ഈ ഷെറിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നതായ മാതൃകാ ദമ്പതികളായ അബ്രഹാമിൻ്റെയും സാരയുടെയും കുടുംബം പോലെ മാതൃകാ കുടുംബത്തിന് ഉടമകളായി തീർന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ഇവരെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് ഈ സദസ്സിൽ രാജാവും രാജ്ഞിയുമായിരിക്കുന്ന ഈ ഷെറിനെ, ഈ പുതിയ കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സിയോൻ ടാബർനാക്കിൾ ചർച്ചിൻ്റെ എല്ലാവിധ നല്ല ആശംസകളും നിങ്ങൾക്ക് അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. 1 മിനിറ്റ് ആശംസയായതുകൊണ്ട് കമ്പി വാചകത്തിൽ മാത്രം ഞാൻ ആശംസ അർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഞങ്ങളുടെ സഭയിൽ 5 വർഷമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 5 വർഷമായി ഷെറിൻ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവാഹം അദ്ദേഹത്തിൻ്റെ പിതാവ് സ്ഥലം മാറി പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടക്കണം എന്നുള്ളൊരു ഏറിയ ആഗ്രഹവും താല്പര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ 2 വർഷക്കാലം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ പ്രിയ സഹോദരന് ഒരവസരം ദൈവം ഒരുക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആയതിനാൽ പ്രിയ സഹോദരൻ ഷെറിനും പ്രിയ വാത്സല്യ സഹോദരി നിഷയ്ക്കും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇമ്മാനുവേൽ IPCയുടെ പേരിലുള്ളതായ ഹൃദയം നിറഞ്ഞതായ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർമ്മിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാണ്. പ്രൈസ് ലോർഡ്. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കും പുതിയ കുടുംബത്തിനും DCPയുടെ നാമത്തിലുള്ള എല്ലാ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രിയ ഷെറിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ചില വർഷങ്ങളായി താൻ DCPയുടെ ഒരു അഭിവാജ്യ ഘടകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനമായി താൻ സെക്രട്ടറിയായി ചില വർഷങ്ങൾ സേവനമനുഷ്ഠിക്കുവാൻ വലിയവനായ ദൈവം തൻ്റെ ജീവിതത്തിൽ ഒരു അവസരം കൊടുത്തു. വളരെ ആത്മാർത്ഥമായി PYPയുടെ പ്രവർത്തനങ്ങളിൽ താൻ പങ്കെടുക്കുകയും വളരെ ശുഷ്കാന്തിയോടുകൂടി തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്യുകയും ചെയ്യുകയുണ്ടായി. കാര്യങ്ങളെല്ലാം ഓർക്കുന്നു. PYPയുടെ പ്രവർത്തനങ്ങളിൽ താൻ കാണിച്ച എല്ലാ നല്ല കൂട്ടായ്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രിയ പുതിയ കുടുംബത്തിന് DCPയുടെ നാമത്തിലുള്ള എല്ലാ മംഗളങ്ങളും എല്ലാ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം IPC കേരള സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ കുര്യൻ ജോസഫ് അത്യാവശ്യമായി കടയിലേക്ക് പോകേണ്ടത് വന്നതുകൊണ്ട് താൻ സ്ഥലത്തില്ല. താൻ ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഡിസ്ട്രിക്ട് സൺഡേ സ്കൂൾ അസോസിയേഷന് വേണ്ടിയിട്ടും ബ്രദർ കുര്യൻ ജോസഫിന് വേണ്ടിയിട്ടും ഈ പുതിയ കുടുംബത്തിന് എല്ലാ മംഗളങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർവഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ നാമം മഹത്വമിടുകട്ടെ. ഇന്ന് വിവാഹ ബന്ധത്താൽ ഒന്നിച്ചു ചേർക്കപ്പെട്ട ഷെറിനും നിഷയ്ക്കും ദൈവം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകട്ടെ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് PYP പ്രവർത്തനങ്ങളിൽ വളരെ അനുഗ്രഹീതമായി പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി തീർന്നു. ഷെറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ PYP പ്രവർത്തനങ്ങളിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുകയും ഏറ്റവും ഉപരിയായി പറയുകയാണെങ്കിൽ ഒരു നല്ല കോർഡിനേറ്ററായിട്ട് എല്ലാ കാര്യങ്ങളും പ്രവർത്തനങ്ങളൊക്കെയും നല്ലൊരു കോർഡിനേറ്ററായി വർക്ക് ചെയ്ത ഒരു ദൈവദാസനാണ്. ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തയോടുകൂടി അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. തുടർന്നും ഇവർ ഒന്നിച്ച് കുടുംബമായി ഈ പ്രവർത്തനങ്ങളിൽ PYPയുടെ പ്രവർത്തനങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളും ഒക്കെയും വളരെ ശക്തമായി മുന്നോട്ട് വരുവാൻ
ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകാൽ കോട്ടയം സോണൽ PYPയുടെ എല്ലാ മംഗളാശംസകളും ഈ സമയം നേർന്നുകൊള്ളുന്നു. ഇതോടൊപ്പം ഇപ്പോൾ തന്നെ കോട്ടയം സോണൽ PYPക്ക് വേണ്ടി സെക്രട്ടറി മൈക്കിൾ മാത്യു ഒരു ഉപഹാരം നൽകുന്നത്. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഞങ്ങളുടെ പ്രിയ സഹോദരൻ, പ്രിയ സഹോദരി, അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം ദൈവം അവർക്ക് നൽകുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ PYPയുടെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ച, എടുത്തു പറയുകയാണെങ്കിൽ PYPയ്ക്കൊരു ഡിജിറ്റൽ മുഖം തന്നെ നൽകിയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല സംഘാടകനാണ് പ്രിയ സഹോദരൻ ഷെറിൻ. ദൈവം അവർക്ക് നൽകിയ കുടുംബജീവിതത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പ്രതിദാനം ചെയ്യുന്ന എബനേസർ ബൈബിൾ കോളേജിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി കൂടിയാണ് പ്രിയ ഷെറിൻ. എബനേസർ ബൈബിൾ കോളേജിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകമായ നന്മകളും ഭാവുകങ്ങളും ഇവരുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. വിവാഹത്തോളം ധന്യമാക്കി തീർത്ത സർവശക്തനായ ദൈവത്തിന് സകല നന്ദിയും സകല ബഹുമാനവും ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷ ആശീർവദിച്ച ഇന്ത്യ പെന്തക്കോസ്ത് ദേവസഭയുടെ കോട്ടയം നോർത്ത് സെൻട്രൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ കെ ചെറിയാൻ അവറുകളാണ്. അതായത് ഞങ്ങളുടെ ഫാമിലി പ്രതിതുല്യം ബഹുമാനിക്കുന്ന ശ്രീകരദാസൻ ഞങ്ങളോട് ഈ വിവാഹ ശുശ്രൂഷയുടെ ആരംഭം മുതൽ സഹകരിക്കുകയും എല്ലാറ്റിനും ഉപരി പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കൈതാങ്ങാൻ നൽകുകയും ചെയ്തു. പ്രിയ പിതാവിനുള്ള നന്ദി ഈ തരുണത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് പകൽക്കാലം നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ നൽകിയ ആനുകാലിക കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നൽകിയ പാസ്റ്റർ PYPയുടെ സംസ്ഥാന പ്രസിഡന്റിനുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയെ ഞാൻ ഈ സമയം അറിയിക്കുന്നു. അതോടൊപ്പം ക്രിസ്ത്യൻ അസംബ്ലിയെ പ്രതിനിധീകരിച്ച് പാസ്റ്റർ സോളമൻ തോമസിനോടുള്ള നന്ദിയും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. എല്ലാറ്റിലുപരിയായി ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് ആതിഥ്യം നൽകിയ, നേതൃത്വം നൽകിയ ഈ ശുശ്രൂഷയുടെ അധ്യക്ഷനായിരുന്ന പാസ്റ്റർ തോമസ് ജോൺ അവരോടുള്ള ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദേവദാസൻ ഞങ്ങളോട് എല്ലായ്പ്പോഴും പ്രാർത്ഥന ഞങ്ങൾക്ക് കൈത്താങ്ങം നൽകി. ദേവദാസനുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ മാതൃസഭയായ കോട്ടയം സിയോൺ ടാബർനാക്കിൾ ചർച്ച്, എൻ്റെ പിതാവ് ശുശ്രൂഷിക്കുന്ന വാരിശ്ശേരി ചർച്ച്, അവരെല്ലാം ഞങ്ങളോട് വളരെ അനുഗ്രഹമായ നിലയിൽ കൂട്ടായ്മ കാണിച്ചു. ഈ സഭകളോടുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കാളിത്തം നൽകിയ കർത്തദാസന്മാർ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കൂട്ടുസഹകരണ പ്രവർത്തനമാണ് ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഇത്രത്തോളം കൊണ്ടുവന്ന് നിങ്ങൾക്ക് നന്ദി സ്നേഹവും ഞാൻ ഹൃദയത്തിൻ്റെ വാക്കുകളിൽ നിങ്ങൾക്ക് അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അടുത്തുനിന്ന് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം ഈ വിവാഹ ശുശ്രൂഷ ധന്യമാക്കി തീർത്തു. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദിയും സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം ധാരാളമായി ഏവരെ അനുഗ്രഹിക്കുമാറാണ്. അതോടൊപ്പം തന്നെ മനോഹരമായ ഗാനങ്ങൾ ഈ വിവാഹ ശുശ്രൂഷ ആലപിച്ചു തന്ന കോയറിനോടുള്ള പ്രത്യേക നന്ദി ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. റിസപ്ഷൻ്റെ ക്രമീകരണങ്ങൾ ഞാൻ ഈ സമയം ഓർപ്പിക്കുകയാണ്. ദേവദാസന്മാർക്കെല്ലാം ഈ താഴെ പ്രത്യേകമായി റിസർവ് ചെയ്യപ്പെട്ട സീറ്റുകളിൽ ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ആ ക്രമീകരണങ്ങളോട് ദയവായി സഹകരിക്കണമെന്ന് ഞാൻ ഈ സമയം ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം ഈ ഹാളിൽ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നോട് ദയവായി സഹകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കും. ദൈവം നമ്മൾ ധാരാളമായി ഈ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കത്തക്കവണ്ണം അങ്ങ് നൽകിയ തിരുസാന്നിധ്യത്തിനായി ഞങ്ങളങ്ങേ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഏദൻ പൂങ്കാവനത്തിൽ ആദമിനെയും അവയെയും സംയോജിപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ ഈ ഭൂമിയിൽ ഉളവാക്കിയ അത്ഭുതങ്ങളുടെ ദൈവം തലമുറയായി ഞങ്ങളുടെ സങ്കേതവും ഞങ്ങളുടെ ആശ്രയമായിരിക്കാൻ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തെ വലിയ രക്തം തന്ന് സമ്പാദിച്ച ദൈവസഭയുടെ മധ്യത്തിൽ ശ്രേഷ്ഠദൂതന്മാരെ സാക്ഷിയാക്കി അവിടുത്തെ വലിയൊരു ദാസന്മാരാൽ ഇന്ന് പലകാലം ഈ വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചോർ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ കുടുംബയുദ്ധത്തിലേക്ക് പ്രവേശിച്ച പ്രേക്ഷകനെയും നിഷയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മീയവും ശാരീരികവും മാനസികവും ഐക്യമായ എല്ലാ അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകരണമേ. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം നൽകി സഹായിക്കണമേ.
സഭയ്ക്ക് അവരെ അനുഗ്രഹമാക്കണമേ. രാഷ്ട്രത്തിന് അനുഗ്രഹമാക്കണനായി പ്രാർത്ഥിക്കുന്നു. അവരെ കുടുംബങ്ങളെ കർത്താവ് സഹായിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാ പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ആകാശമേഘത്തിൽ തൻ്റെ കാന്തിയെ ചാർക്കുവാൻ മടങ്ങി വരുന്ന മണവാളിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി, സമർപ്പണമുള്ളവരായി, ആ ദർശനമുള്ളവരെ ജീവിപ്പാൻ എല്ലാ മക്കളെ സഹായിക്കണം. ശുശ്രൂഷ കർത്താവെ നിർവഹിപ്പാൻ അവിടുത്തെ വലിയൊരു ദാസനെ അങ്ങ് സഹായിച്ചതോർത്ത് സ്തോത്രം. കർത്താവ് ബലപ്പെടുത്തിനായി സ്തുതിക്കുന്നു. വായന ശുശ്രൂഷിച്ച നിന്റെ ദാസന്മാരെ അനുഗ്രഹിക്കണമേ. ആശംസകൾ അറിയിച്ച നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തുടർന്നും അടിങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് ഏറെ പ്രത്യാശയോടെ ഞങ്ങൾക്ക് അന്യോന്യം കണ്ടെങ്കിൽ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകണം. ഇപ്പോൾ ഞങ്ങളെ സമാധാനം അയക്കുന്നതിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സകലത്തിൽ മതിയായ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മളെല്ലാവരെയും ആശ്വസിപ്പിക്കുകയും നടത്തി പരിപാലിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കാവലും ഓർത്ത് പ്രവർത്തിച്ച വിഷയങ്ങളോടും ഇന്ന് കുടുംബയോഗത്തിലേക്ക് വന്ന ഈ പ്രിയമുള്ളവരോടും എല്ലാ മറ്റു പ്രിയമുള്ളവരോടും ഇന്ന് കർത്താവിന്റെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം.